ജയം ഉറപ്പിച്ച ഒരു മത്സരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പരാജയപ്പെടാം? ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെ മത്സരം കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അതിനുള്ള ഉത്തരം. ജയം ഉറപ്പിച്ച ഒരു മത്സരം എങ്ങനെ തോൽക്കാം, തോൽവി ഉറപ്പിച്ച ഒരു മത്സരം എങ്ങനെ ജയിച്ചു കയറാം, ഇതൊക്കെയാണ് രാജസ്ഥാന്റെ പൊതുവായുള്ള കുസൃതികൾ. ഡൽഹി ക്യാപിറ്റൽസ് പോലും കരുതി കാണില്ല രാജസ്ഥാൻ റോയൽസ് ഈ മത്സരം തോൽക്കുമെന്നും തങ്ങൾ ഈ മത്സരം ജയിക്കുമെന്നും. രാജസ്ഥാൻ റോയൽസ് ആകട്ടെ ഇന്നാ പിടിച്ചോ ജയം എന്ന് കരുതി ഡൽഹി ക്യാപിറ്റൽസിന്റെ കയ്യിലേക്ക് കളി വെച്ചു കൊടുക്കുകയായിരുന്നു. സൂപ്പർ ഓവറിലെ ടീമിന്റെ പരാജയത്തിന് തൊട്ട് പിന്നാലെ ആരാധകരെ വളരെ നിരാശരാണ്. ടീമിന്റെ തോൽവിക്ക് കാരണമായി 3 കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സന്ദീപ് ശർമ്മയ്ക്ക് സൂപ്പർ ഓവർ കൊടുത്ത രീതിയാണ്. ഇന്നലത്തെ മത്സരത്തിന് നിർണായകമായി 20ാം ഓവർ എറിഞ്ഞ സന്ദീപ് ശർമ്മ അതിൽ 11 പന്തുകളാണ് എറിഞ്ഞത്. 5 എക്സ്ട്രാ ഡെലിവറികൾ ഇതിൽ വന്നു. ഇത് അവസാന ബലത്തിൽ അതിനിർണായകമായി. സന്ദീപ് ശർമ്മയാകട്ടെ അതിനാൽ തന്നെ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു പന്തെറിയാൻ എത്തിയപ്പോൾ. അങ്ങനെയുള്ള ഒരു താരത്തെ എന്തിനാണ് സൂപ്പർ ഓവർ കൊടുത്ത് വീണ്ടും പണി മേടിച്ചത്? ഇതാണ് ആരാധകർ ചോദിക്കുന്ന ചോദ്യം. ജോഫർ ആർച്ചറെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്നലത്തെ ഏറ്റവും മികച്ച ബോളർ ടീമിലുള്ളപ്പോൾ എന്തിനീ മണ്ടത്തരം കാണിച്ചു? ഇതാണ് ആരാധകർ ചോദിക്കുന്ന ചോദ്യം. രണ്ടാമത്തെ കാരണമായി ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് നിതീഷ് റാനയും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളും പോലെ മികച്ച ഓപ്ഷൻ ഉള്ളപ്പോൾ എന്തിനാണ് റിയാൻ പരാഗിനെയും ഹെറ്റ്മേറിനെ ഇറക്കി റിസ്ക് എടുത്തത് എന്നുള്ളതാണ്. ഇന്നലത്തെ മത്സരത്തിലെ ഏറ്റവും മികച്ച 2 താരങ്ങളായിരുന്നു യശസ്വി ജയ്സ്വാളും അതേപോലെ തന്നെ നിതീഷ് റാനയും. ഈ 2 താരങ്ങൾ ടീമിലുള്ളപ്പോൾ എന്തിനാണ് അനാവശ്യമായി ഹെറ്റ്മേറിനെ അതേപോലെ തന്നെ റിയാൻ പരാഗിനെയും എടുത്ത് റിസ്ക് എടുത്ത്? ഇതാണ് ആരാധകർ ചോദിക്കുന്ന പ്രധാന കാരണം. ഇത് രാജസ്ഥാൻ സംഭവിച്ച പ്രധാന അബദ്ധം തന്നെയാണ്. മൂന്നാമത്തെ കാരണമായി അവർ പറയുന്നത് നിതീഷ് റാനെ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇന്നലെ സഞ്ജു സാംസൺ റിട്ടയർഡ് ഹട്ടായതിന് തൊട്ട് പിന്നാലെ റിയാൻ പരാഗാണ് 3ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ഈ സീസണിലെ 3ാം നമ്പറിലെ ഏറ്റവും സെറ്റ് ബാറ്റ്സ്മാനായ നിതീഷ് റാന ഇറങ്ങാനിരിക്കുമ്പോഴാണ് റിയാൻ പരാഗിനെ വെച്ച് ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യാപരമായ തീരുമാനം ടീം എടുത്തത്. റിയാൻ പരാഗിനാകട്ടെ തിളങ്ങാൻ സാധിച്ചതുമില്ല. നിതീഷ് റാന ആ സ്ഥാനത്ത് 3ാം നമ്പറിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മത്സര ബലം തന്നെ മാറും എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്.